പക്ഷേ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, അനീതിയാണ്, അക്രമമാണ്, ചതിയാണ്, വലിയ കഷ്ടതയാണ്. ഇതിന് നടുവിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞാൽ, ഇത് ദൈവത്തിൻ്റെ വഴിയാണെന്ന് പറഞ്ഞാൽ നമുക്കത് ഏറ്റെടുക്കാൻ പറ്റും. കാരണം യോസേഫിൻ്റെ ചരിത്രം നമുക്കറിയാം. അടിമച്ചന്തയിൽ നിന്ന് പോത്തിഫറിൻ്റെ ഭവനത്തിലേക്ക്, അവിടെ നിന്ന് കാരാഗ്രഹത്തിലേക്ക്, അവിടെ നിന്ന് മിസ്രൈമിലെ മേലധികാരിയായി ഉയർത്തപ്പെട്ട ചരിത്രം നമുക്കറിയാം. അതറിയാവുന്നത് കൊണ്ട് നമ്മൾ പറയും നന്മയ്ക്കാണ്. പക്ഷെ ആ ചരിത്രമൊന്നും അറിയാതെ ആ പൊട്ടക്കിണറ്റിലും അടിമച്ചന്തയിലും മാത്രമായി നിൽക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അത് നന്മയ്ക്കാണെന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? ഇതൊരു ദൈവിക പദ്ധതി ഉണ്ടെന്ന് ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയില്ല. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുക. മറ്റാർക്കുമില്ലാത്ത വേദനകളും ദുഃഖങ്ങളും കഷ്ടതകളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. വിശ്വസിക്കുക, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഉന്നതമായ വിചാരമുണ്ട്. ഈ കഷ്ടത നിങ്ങളെ തകർക്കുവാനല്ല, നിങ്ങൾ പൊന്നുപോലെ പുറത്തു വരും. ദൈവം നിങ്ങൾക്ക് മാന്യത അണിയിക്കുന്ന സമയങ്ങൾ അതിവിദൂരമല്ല. വിശ്വസിക്ക്, ദൈവം കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. നീ തീർന്നു പോകയില്ല. എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറക്കും എന്ന് പറഞ്ഞ് വിലപിക്കുന്ന യാക്കോബേ, നീ അവസാനിച്ചിട്ടില്ല. നിനക്ക് ചൈതന്യം വരുത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്നെ മാനിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്റെ വേദനകളെ മറക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഈ വേദനയുടെ നടുവിൽ, ഈ കഷ്ടതയുടെ നടുവിൽ, ഈ ഒറ്റപ്പെടലിൻ്റെ നടുവിൽ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ശക്തവും വ്യക്തവുമായൊരു പദ്ധതി, ഉന്നതമായൊരു പദ്ധതി. ഒരു ജനതയുടെ ക്ഷാമം തീർക്കുവാൻ, മുട്ടു തീർക്കുവാൻ യോസേപ്പിനെ ദൈവം ഉപയോഗിക്കുകയാണ്. ഒരു ജനതയുടെ വിടുതലിന് വേണ്ടി ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നു. ദൈവത്തിന് നിങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ ക്ഷമയോടെ നിൽക്കണം. നിങ്ങൾ ദൈവാശ്രയമുള്ളവരായിരിക്കണം. നിങ്ങൾ ദൈവത്തോട് പറ്റിയിരിക്കണം.